വെൽക്കം ടു സൈലം ടെക്നിക്കൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് നവംബർ 22 നടക്കാനിരിക്കുന്ന ട്രേസർ ഇൻ സോയിൽ സർവേ ആൻഡ് കൺസർവേഷൻ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള എക്സാമിന് ബിൽഡിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഏതാനും ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അധികം സമയം കളയണ്ട, നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. സോ ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റോണിന്റെ ചാപ്റ്ററിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. The impact test is used to find. ഇമ്പാക്ട് ടെസ്റ്റ് എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ഇമ്പാക്ട് ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്? നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു സ്റ്റോണിന്റെ ടഫ്നെസ് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ടെസ്റ്റാണ് ഇമ്പാക്ട് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇമ്പാക്ട് ടെസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ ഇമ്പാക്റ്റിന് നമ്മളൊരു റേഞ്ച് പറയാറുണ്ട് അല്ലേ? സ്റ്റോണിന്റെ ഇമ്പാക്റ്റിന് നമ്മൾ എന്താ ടഫ്നെസ് ആണ് അവിടെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനൊരു റേഞ്ച് പറയാറുണ്ട്. എങ്ങനെയാ റേഞ്ച് പറയാ? ലെസ് ദാൻ 13 ആണ് നമ്മുടെ സ്റ്റോണിന്റെ ടഫ്നെസ് നമുക്ക് കിട്ടുന്നത്. ലെസ് ദാൻ 13 ആണ് എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ലോ ആണ് എന്ന് പറയാൻ പറ്റും. ദെൻ 13 മുതൽ 19 വരെയാണ് നമ്മുടെ വാല്യൂ എങ്കിൽ മോഡറേറ്റ്ലി ടഫ് ആണ് എന്ന് നമുക്ക് പറയാം. ദെൻ അതുപോലെ തന്നെ ഗ്രേറ്റർ ദാൻ 19 ആണെന്നുണ്ടെങ്കിൽ ഹൈലി ടഫ് ആയിട്ടുള്ള സ്റ്റോൺ ആണ് അത് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ ടഫ്നെസ്സിന്റെ റേഞ്ച് പറയാറുള്ളത്. ദെൻ ഇനി നെക്സ്റ്റ് ഒന്ന് ഇവിടെ ഹാർഡ്നെസ് കാണുന്നുണ്ടല്ലോ. ഈ ഹാർഡ്നെസ് ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാ ചെയ്യുക? ഡോറീസ് ടെസ്റ്റിംഗ് മെഷീൻ യൂസ് ചെയ്തിട്ടാണ് അല്ലേ ഒരു സ്റ്റോണിന്റെ ഹാർഡ്നെസ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യാറുള്ളത്. ഹാർഡ്നെസ്സിനും ഇതുപോലെ നമ്മൾ എന്ത് പറയാറുണ്ട്? റേഞ്ച് പറയാറുണ്ട്. ഒരു കോഎഫിഷ്യന്റ് ഓഫ് ഹാർഡ്നെസ്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ 14 ആണെങ്കിൽ വളരെ ലോ ഹാർഡ് ആയിട്ടുള്ള ഒരു സ്റ്റോൺ ആണ് നമുക്ക് എന്ന് പറയാൻ പറ്റും. ലോ ഹാർഡ് ആയിട്ടുള്ള സ്റ്റോൺ ആണ് എന്ന് പറയാൻ പറ്റും. 14 തൊട്ട് 17 വരെയാണെങ്കിൽ മോഡറേറ്റ്ലി ഹാർഡ് ആണ് നമുക്ക് പറയാൻ പറ്റും. ഇനി ഗ്രേറ്റർ ദാൻ 17 ആണെങ്കിൽ ഹൈലി ഹാർഡ് ആണ് എന്ന് നമുക്ക് പറയാം. അതാണ് ഹാർഡ്നെസ്സിന്റെ കാര്യം. ഇനി ഓപ്ഷനിൽ മറ്റൊരാളെ തന്നിട്ടുണ്ടല്ലോ, അതാരാണ്? കംപ്രസീവ് സ്ട്രെങ്ത് അല്ലെ, അല്ലെങ്കിൽ ഒരു സ്റ്റോണിന്റെ ക്രഷിംഗ് സ്ട്രെങ്ത് ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാ പറയാ? ഒരു നല്ല ബിൽഡിംഗ് സ്റ്റോണിന് മിനിമം 100 Newton/mm² എങ്കിലും കംപ്രസീവ് സ്ട്രെങ്ത് അല്ലെങ്കിൽ ക്രഷിംഗ് സ്ട്രെങ്ത് വേണമെന്നാണ് പറയാറുള്ളത് കേട്ടോ. ഓക്കെ, ദെൻ പിന്നെ എന്താ ഓപ്ഷനിൽ തന്നിട്ടുള്ള പിന്നെ തന്നിട്ടുള്ളത് റേറ്റ് ഓഫ് വിയർ ആണ്. നമ്മൾ അട്രീഷൻ ടെസ്റ്റ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യാറുള്ളത്? റേറ്റ് ഓഫ് വിയർ കണ്ടുപിടിക്കാറുള്ളത് അല്ലേ? അട്രീഷൻ ടെസ്റ്റ് ആണ് നമ്മൾ റേറ്റ് ഓഫ് വിയർ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുള്ളത്. സോ ഈ റേറ്റ് ഓഫ് വിയറിന്റെ വാല്യൂ നമ്മൾ എങ്ങനെയാ പറയാ? 3% താഴെ ആവണമെന്നാണ് പറയാ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3% ആണ് എന്നുണ്ടെങ്കിലാണ് കുഴപ്പമില്ല എന്ന് പറയാം. മെയിൻലി നമ്മൾ പറയുന്നത് ഗ്രേറ്റർ ദാൻ 3% ആണ് ഈ ഒരു അട്രീഷൻ വാല്യൂ അല്ലെങ്കിൽ റേറ്റ് ഓഫ് വിയർ എന്ന് പറയുന്നത് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് നമ്മൾ പറയാറുള്ളത്. ഓക്കെ, യൂസ് ചെയ്യാറില്ല. ഇനി അതുപോലെ തന്നെ 3 ആണ് എന്നുണ്ടെങ്കിൽ ടോളറബിൾ ആണെന്ന് പറയാം. ലെസ് ദാൻ 3 ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? നമുക്ക് അത് എന്ത് ചെയ്യാം എന്ന് പറയാം? യൂസ് ചെയ്യാം എന്ന് പറയാം. ഗുഡ് ആണ് എന്ന് നമുക്ക് പറയാം. ലെസ് ദാൻ 3, ലെസ് ദാൻ ഈക്വൽ ടു 3 രണ്ട് രീതിയിലും കാണാറുണ്ട് കേട്ടോ. 3 ഈക്വൽ ടു 3 എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടോളറബിൾ ആണ് എന്നാണ് പറയാൻ പറ്റുക. ഓക്കെ, ടോളറബിൾ ആണ് എന്നാണ് പറയാൻ പറ്റുക. ഗ്രേറ്റർ ദാൻ 3 ആണെങ്കിൽ നോട്ട് ഗുഡ്. നമ്മൾ അതിന് റേറ്റ് ഓഫ് വിയർ കൂടുതലായിരിക്കും, അതായത് കുറേ വിയർ ചെയ്ത് പോകും. അതുകൊണ്ട് അവരെ നമുക്ക് കൺസ്ട്രക്ഷൻ വർക്കുകൾക്കൊന്നും അങ്ങനെ എടുത്ത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, ആദ്യത്തെ ചോദ്യം കഴിഞ്ഞിട്ടുണ്ട്. സോ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? രണ്ടാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് കോൺസ്റ്റുവന്റ് ഇമ്പാർട്ട് യൂണിഫോം ഷേപ്പ് ടു ദി ബ്രിക്ക്? ബ്രിക്കിന് യൂണിഫോം ഷേപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയന്റ് ഏതാണ്? സിലിക്ക അല്ലെ. ഒരു ബ്രിക്കിന് യൂണിഫോം ഷേപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത് സിലിക്കയാണ്. സിലിക്ക എത്ര പെർസെൻറ്റേജ് ഒരു ബ്രിക്കിൽ ഉണ്ടാവുക? ഒരു ബ്രിക്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കാണപ്പെടുന്നത് സിലിക്കയാണ് അല്ലെ. 50 മുതൽ 60% വരെ സിലിക്ക എവിടെ ഉണ്ടാവും? നമ്മുടെ ബ്രിക്കിൽ ഉണ്ടാവും. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു കണ്ടന്റ് ആണ് സിലിക്ക. ഇനി സിലിക്കയുടെ മറ്റുള്ള പ്രത്യേകതകൾ നമുക്ക് എന്താ പറയാൻ പറ്റുക? ഇതെന്ത് ചെയ്യും? റോ ബ്രിക്കിന്റെ വാർപ്പിംഗ്, ഷ്രിങ്കേജ്, ക്രാക്കിംഗ് പോലെയുള്ള കാര്യങ്ങളൊക്കെ പ്രിവെന്റ് ചെയ്യും. വാർപ്പിംഗ്, അതുപോലെ തന്നെ ഷ്രിങ്കേജ്,
ക്രാക്കിങ് പോലെയുള്ള കാര്യങ്ങളൊക്കെ പ്രിവെന്റ് ചെയ്യാൻ ആർക്ക് സാധിക്കും? സിലിക്കയ്ക്ക് സാധിക്കും. ഇനി ഒരുപാട് സിലിക്ക ആഡ് ചെയ്ത് കൊടുത്താൽ എന്താ ഉണ്ടാവുക? ഒരുപാട് സിലിക്ക ആയി കഴിഞ്ഞാൽ നമ്മുടെ ബ്രിക്ക് എന്ന് പറയുന്നത് ബ്രിട്ടിലായിട്ട് മാറും. ഇനി അടുത്തൊരാളാരാ? സിലിക്ക കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ബ്രിക്കിലെ ഇൻഗ്രീഡിയൻസിന് നമുക്ക് സലീം എന്ന് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ആളായിരുന്നു സിലിക്ക അല്ലേ. ദെൻ പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് അലൂമിന എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു അലൂമിന ബ്രിക്കിൽ എത്ര പെർസെൻറ്റേജ് ആണ് ഉണ്ടാവുക? അലൂമിന എന്ന് പറയുന്നത് 20 to 30% ആണ് നമ്മുടെ ബ്രിക്കിൽ ഉണ്ടാവുക. 20 to 30% ആണ് ബ്രിക്കിൽ ഉണ്ടാവുക. ഏറ്റവും ഒരു ബ്രിക്കിലെ പ്രിൻസിപ്പൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അല്ലെങ്കിൽ ഒരു ചീഫ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമ്മൾ വിളിക്കുന്നത് അലൂമിനയാണ്. എന്താണ് അലൂമിനയുടെ ഫംഗ്ഷൻ? ഇറ്റ് ഇമ്പാർട്ട് പ്ലാസ്റ്റിസിറ്റി. ഒരു ബ്രിക്കിന് വേണ്ട പ്ലാസ്റ്റിസിറ്റി ഇമ്പാർട്ട് ചെയ്യുന്ന ആളാണ് ആര്? ഈ ഒരു അലൂമിന എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഒരു അലൂമിന ഒരുപാട് കൂടുതലായി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ഒരുപാട് എക്സസ് അലൂമിന ആഡ് ആക്കി കഴിഞ്ഞാൽ റോ ബ്രിക്കിൽ ഷ്രിങ്കേജ്, വാർപ്പിംഗ് പോലെയുള്ള ക്രാക്കിംഗ് പോലെയുള്ള ഡിഫക്റ്റുകൾ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതാണ് അലൂമിനയുടെ ഫംഗ്ഷൻ. ദെൻ അടുത്തൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ആര്? ലൈം എപ്പോഴും 5% താഴെ മാത്രമേ ഒരു ബ്രിക്കിൽ ഉണ്ടാവാനായിട്ട് പാടുള്ളൂ. ഇവര് ഷ്രിങ്കേജ് പ്രിവെന്റ് ചെയ്യുന്ന ആൾക്കാരാണ്. മാത്രമല്ല ലൈം നമ്മുടെ ബ്രിക്ക് മാനുഫാക്ചറിങ്ങിന്റെ സമയത്ത്, ഒരു ബ്രിക്ക് ബേണിങ്ങിന്റെ സമയത്ത് ഒരു ഫ്ലക്സ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ആളായിരിക്കും. ഓക്കെ, ദെൻ ഇനി അടുത്തത് ആരാളുള്ളത്? നമുക്ക് ഐ ഉണ്ട് അല്ലെ. ഐ ആരാണ്? ഓക്സൈഡ് ഓഫ് അയൺ അല്ലെങ്കിൽ അയൺ ഓക്സൈഡ് ആണ്. ഈ ഒരു അയൺ ഓക്സൈഡ് എന്ന് പറയുന്നത് ഒരു 5 മുതൽ 6% വരെയാണ് നമുക്ക് ബ്രിക്കിൽ കാണാനായിട്ട് സാധിക്കുക. 5 to 6% ആണ് നമുക്ക് ബ്രിക്കിൽ കാണാനായിട്ട് സാധിക്കുക. സോ ഈ ഒരു ഓക്സൈഡ് ഓഫ് അയൺ എന്ന് പറയുന്നതാണ് നമ്മുടെ ബ്രിക്കിന് വേണ്ട റെഡ് കളറ് ഇമ്പാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ബ്രിക്കിന് വേണ്ട റെഡ് കളർ ഇമ്പാർട്ട് ചെയ്യുന്നത് ഈ ഒരു ഓക്സൈഡ് ഓഫ് അയൺ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ റെഡ് കളർ ഇമ്പാർട്ട് ചെയ്യുന്ന വിചാരിച്ച് നമ്മൾ ഒരുപാട് എമൗണ്ട് ഓഫ് ഓക്സൈഡ് ഓഫ് അയൺ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബ്രിക്ക് റെഡ് കളറിൽ നിന്ന് മാറി ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. ഇനി ഓക്സൈഡ് ഓഫ് അയണിൻ്റെ എമൗണ്ട് കുറഞ്ഞു പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രിക്ക് എന്തായിട്ട് മാറും? യെല്ലോ കളർ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ദെൻ നമ്മുടെ ബ്രിക്കിൽ കാണുന്ന മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് മെഗ്നീഷ്യ എന്ന് പറയുന്നത്. അടുത്തൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് മെഗ്നീഷ്യ. സോ ഈ ഒരു മെഗ്നീഷ്യ ബ്രിക്കിൽ 1 to 3% ആണ് ഉണ്ടാവുക. ഇവര് ബ്രിക്കിന് ഒരു യെല്ലോ ടിൻറ്റ് കൊടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നവരാണ്. എക്സസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ബ്രിക്ക് ഡീകേ ആയി പോകാനായിട്ട് ഇത് കാരണമാകുന്നു. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിൽ പറയാനായിട്ടുള്ളത്. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? കോമൺ ആയിട്ട് വൈറ്റ് വാഷിങ്ങിന് യൂസ് ചെയ്യുന്ന ലൈം ഏതാണെന്നുള്ളതാണ്. എല്ലാവർക്കും അറിയാം, വൈറ്റ് വാഷിങ്ങിന് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ലൈമാണ് ഫാറ്റ് ലൈം എന്ന് പറയുന്നത്. ഓക്കെ, മെയിൻ ആയിട്ട് നമ്മുടെ ലൈമിനെ 3 ഇമ്പ്യൂരിറ്റീസിന്റെ ബേസിൽ നമുക്ക് 3 ക്ലാസിഫൈ ചെയ്യാം. ഫാറ്റ് ലൈം ഉണ്ട്, ദെൻ ഹൈഡ്രോളിക് ലൈം ഉണ്ട്, ദെൻ പിന്നെന്താ പുവർ ലൈം ഉണ്ട്. ദെൻ ഫാറ്റ് ലൈം എന്താണ്? ഗ്രേറ്റർ ദാൻ 90 എന്താണ്? അതിൽ 95% എന്തുണ്ടാവും? കാൽഷ്യം ഓക്സൈഡ് ഉണ്ടാവും. ലെസ് ദാൻ 5% മാത്രമേ എന്തുണ്ടാവുള്ളൂ? ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ അത് നല്ല വൈറ്റ് കളറിലായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് അവരെ നമുക്ക് വൈറ്റ് ലൈം എന്ന് വിളിക്കാം, റിച്ച് ലൈം എന്ന് വിളിക്കാം, ഹൈ കാൽഷ്യം ലൈം എന്ന് വിളിക്കാം. എന്നൊക്കെ നമ്മൾ ആരെ വിളിക്കാറുണ്ട്? ഈ ഫാറ്റ് ലൈമിനെ വിളിക്കാറുണ്ട്. അപ്പം അതെന്താ? വൈറ്റ് വാഷിങ്ങിന് യൂസ് ചെയ്യുന്ന പ്യുവർ ആയിട്ടുള്ള ലൈം ആയതുകൊണ്ട് തന്നെ ഇവരെ നമ്മൾ പ്യുവർ ലൈം എന്നും വിളിക്കാറുണ്ട്. അപ്പൊ ഇത് വളരെ പ്യുവർ ആയിട്ടുള്ള ലൈം ആയതുകൊണ്ട് തന്നെ ഇതിൽ നമ്മൾ വാട്ടർ ആഡ് ചെയ്ത് ഇതിന് സ്ലേക്കിങ് സംഭവിക്കുന്ന സമയത്ത് അത് അതിന്റെ വോളിയത്തിന്റെ 2 to 2.5 ടൈംസ് ആയിട്ട് എന്താകുന്നുണ്ട്? അതിന്റെ വോളിയത്തിൽ അത് പൗഡേർഡ് ഫോമിലായിട്ട് കൺവേർട്ട് ആവുന്നുണ്ട് സ്ലേക്കിങ്ങിന് ശേഷം കേട്ടോ. ഓക്കെ, ദെൻ ഹൈഡ്രോളിക് ലൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രോളിക് ലൈം നമ്മൾ കൺസിഡർ ചെയ്യുമ്പം അവിടെ എന്തുണ്ടാവും? ഒരു 5 to 30% ക്ലേ കണ്ടന്റ് ആണ് ഹൈഡ്രോളിക് ലൈമിൽ ഉണ്ടാവുക.
ഹൈഡ്രോളിക് ലൈമിനെ നമ്മൾ വാട്ടർ ലൈം എന്നുള്ള ഒരു പേരും കൂടി വിളിക്കാറുണ്ട്. വാട്ടർ ലൈം എന്നുള്ള പേരും കൂടി വിളിക്കാറുണ്ട്. ഇനി പുവർ ലൈം ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ 30% ഓഫ് ക്ലേ കണ്ടന്റ് ഉള്ളവരായിരിക്കും പുവർ ലൈമുകൾ. അതുകൊണ്ട് തന്നെ ഇവർ ഇംപ്യുവർ നേച്ചറിലാണ്. അതുകൊണ്ട് ഇവരെ നമുക്ക് ഇംപ്യുവർ ലൈം എന്ന് വിളിക്കാം, ലീൻ ലൈം എന്ന് വിളിക്കാം. ഓക്കെ, ലീൻ ലൈം എന്നൊക്കെ നമുക്ക് വിളിക്കാം. ഇതിനൊരു മഡി വൈറ്റ് കളറൊക്കെ ആയിരിക്കും മാർക്ക് ഉണ്ടാവുക, ഈ ഒരു പുവർ ലൈമിന് ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഇങ്ങനെയാണ് നമ്മളൊരു ലൈമിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. അതിൽ ഏറ്റവും പ്യുവർ ആയിട്ടുള്ള ലൈമാണ് ഫാറ്റ് ലൈം. അതുകൊണ്ട് തന്നെ അവരെ നമ്മൾ വൈറ്റ് വാഷിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഓക്കെ, നാലാമത്തെ ചോദ്യം. Fourth question എന്താ? The defect which is denoted by the presence of original rounded surface on a manufactured piece of timber. ഒരു ടിമ്പറിന്റെ സർഫസിൽ എന്താ ഒരു ഒറിജിനൽ റൗണ്ടഡ് സർഫസ്, അതായത് ഇപ്പൊ നമ്മൾ ഒരു ബ്രാഞ്ച് കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ഭാഗത്ത് ഒരു ബ്ലാക്ക് കളറോ സ്പോട്ടോ മറ്റോ നമ്മൾ ഫോം ചെയ്തെടുത്ത ആ ഒരു ഫർണിച്ചറിന്റെ മേലെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു ഡിഫക്റ്റിനെ നമ്മൾ വെയിൻ എന്നാണ് വിളിക്കുക. മെയിൻ ആയിട്ട് നമ്മൾ ടിമ്പറിലുള്ള ഡിഫക്റ്റുകൾ പല രീതിയിൽ പറയാറുണ്ട് അല്ലെ. കൺവേർഷൻ മൂലം ടിമ്പറിൽ ഡിഫക്റ്റ് ഉണ്ടാവാറുണ്ട്, അതുപോലെ സീസണിങ് മൂലം ഉണ്ടാകുന്നുണ്ട്, ദെൻ ഫംഗസിന്റെ എഫക്റ്റ് മൂലം ഡിഫക്ട്സ് ഉണ്ടാകുന്നുണ്ട്, അതുപോലെ തന്നെ പിന്നെ നമുക്ക് നാച്ചുറൽ ഫോഴ്സസിന്റെ എഫക്റ്റ് മൂലം ഡിഫക്റ്റ് ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഡിഫക്റ്റിന്റെ അണ്ടറിൽ പെടുത്താവുന്നതാണ്. സോ ഇതില് കൺവേർഷൻ മൂലം ഉണ്ടാകുന്ന ഡിഫക്റ്റുകളാണ് ചിപ്പ് മാർക്ക്, ഡയഗണൽ ഗ്രെയിൻ, ടോൺ ഗ്രെയിൻ, വെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ചിപ്പ് മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു ടിമ്പർ സർഫസിൽ എന്തെങ്കിലും ടൂളിന്റെ ചെറിയ മാർക്ക് ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കാറുള്ളത്? ചിപ്പ് മാർക്ക് എന്ന് വിളിക്കാറുള്ളത്. ഇനി ഡയഗണൽ ഗ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കട്ട് ചെയ്തത് ശരിയായില്ലെങ്കിൽ ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് ഡ്യൂ ടു ഇംപ്രോപ്പർ സോയിങ് ഓഫ് ടിമ്പർ കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഫൈബേഴ്സ് ഒക്കെ കട്ടായിട്ട് പോകും. അങ്ങനെ ഉണ്ടാകുന്ന ഡിഫക്റ്റ് ആണ് നമ്മുടെ ഡയഗണൽ ഗ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമ്മൾ എടുത്ത ഫിനിഷ്ഡ് ആയിട്ടുള്ള ടിമ്പർ സർഫസിൽ ടൂള് വീണിട്ട് ഒരു ഡിപ്രഷൻ ഒക്കെ ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ടോൺ ഗ്രെയിൻ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് കൺവേർഷൻ മൂലം ടിമ്പറിൽ കാണപ്പെടുന്ന ഡിഫക്റ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താ? അൽഡുറാൽ ഈസ് ഓൾസോ നോൺ ആസ്. ആരെയാണ് നമ്മൾ അൽഡുറാൽ എന്ന് വിളിക്കുന്നത്? ആരാ? അൽഡുറാൽ ഓർ അൽക്ലാഡ് എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ. അൽഡുറാൽ അല്ലെങ്കിൽ അൽക്ലാഡ് എന്താ? ഡ്യൂറാലുമീന്റെ മേലെ ഒരു അലുമിനിയത്തിന്റെ ഒരു തിൻ കോട്ടും കൂടി കൊടുത്തു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ അൽക്ലാഡ് എന്ന് പറയാം അല്ലെ. ഡ്യൂറാലുമീൻ വിത്ത് തിൻ കോട്ട് ഓഫ് അലുമിനിയം, അതാണ് അൽഡ്യുറാൽ അല്ലെങ്കിൽ അൽക്ലാഡ് എന്ന് പറയുന്നത്. അപ്പം ആരൊക്കെയാണ് നമുക്ക് അലൂമിനിയത്തിന്റെ അലോയ്സ് ആയിട്ട് നമുക്ക് ആരെയൊക്കെയാണ് പറയാൻ പറ്റുക? അലുമിനിയം അലോയ്സ് ആയിട്ട് നമുക്ക് ആരെയൊക്കെ പറയാൻ പറ്റും? ഫസ്റ്റ് നമുക്ക് പറയാൻ പറ്റുന്ന അലോയ്കളാണ് ആരൊക്കെ? ഡ്യൂറാലുമീൻ അലുമിനിയത്തിന്റെ ഒരു അലോയ് ആണ്. ദെൻ അതുപോലെ തന്നെ അൽഡുറാല്, ദെൻ വൈ അലോയ്, പിന്നൊന്നാണ് അലൂമിനിയം ബ്രോൺസ്. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ അലുമിനിയത്തിന്റെ അലോയുകളാണ്. ഇതിലിപ്പം ഡ്യൂറാലുമീനും അൽക്ലാഡും അതുപോലെ വൈ അലോയ് ഒക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ മെജോറിറ്റി ഓഫ് അതിൽ വരുന്ന ബേസ് മെറ്റലും ആര് തന്നെ ആയിരിക്കും? അലൂമിനിയം തന്നെ ആയിരിക്കും. എന്നാൽ അലൂമിനിയം ബ്രോൺസിന്റെ കേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ 90% കോപ്പറും ബാക്കി 10% ആയിരിക്കും അലൂമിനിയം ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഒരു അലൂമിനിയം ബ്രോൺസിന്റെ കേസിൽ നമുക്ക് ഇവിടെ ബേസ് മെറ്റൽ ആയിട്ട് പറയാൻ പറ്റുന്ന ആൾ ആരായിരിക്കും? കോപ്പർ ആയിരിക്കും. ആ ഒരു പോയിന്റ് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ അതായിരുന്നു നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ആറാമത്തെ ചോദ്യം ഇതാണ്: നെയിം ഓഫ് ദ ബേണിംഗ് സോൺ ഓഫ് ബ്ലാസ്റ്റ് ഫർണസ്. ഒരു ബ്ലാസ്റ്റ് ഫർണസിന്റെ ബേണിംഗ് സോണിനെ എന്ത് പേരാണ് വിളിക്കുക എന്നുള്ളതാണ്. ബേണിംഗ് സോണിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബോഷ് എന്ന് വിളിക്കാറുള്ളത് അല്ലെ. നമ്മളൊരു ബ്ലാസ്റ്റ് ഫർണസ് എന്തിനാ ബ്ലാസ്റ്റ് ഫർണസ് യൂസ് ചെയ്യുന്നത്? പിഗ് അയണിന്റെ മാനുഫാക്ചറിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഫർണസ് ആണ്
ബ്ലാസ്റ്റ് ഫർണസ്. പിഗ് അയണിന്റെ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലാസ്റ്റ് ഫർണസ്. എന്ത് പ്രോസസ് അവിടെ നടക്കുക? സ്മെൽറ്റിംഗ് അല്ലെ, സ്മെൽറ്റിംഗ് പ്രോസസ്സാണ് നടക്കാറുള്ളത്. ഓക്കെ, അത് എവിടെയാണ് നടക്കുന്നത്? ബ്ലാസ്റ്റ് ഫർണസിൽ, പിഗ് അയണിന്റെ മാനുഫാക്ചറിൽ. അപ്പൊ നമുക്കറിയാം, നമ്മളൊരു ബ്ലാസ്റ്റ് ഫർണസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ അതിനൊരു ത്രോട്ട് ഉണ്ടാവും. ത്രോട്ട് പോർഷനിലൂടെ പിന്നെ നമുക്ക് സ്റ്റാക്ക് പോർഷൻ ഉണ്ടാവും, ദെൻ സിലിണ്ടർ പോർഷൻ, പിന്നെ നമുക്ക് ബാരൽ ഇങ്ങനെ കാണാം. താഴെ ഒരു ഹെർത്ത് അല്ലെങ്കിൽ ക്രൂസിബിൾ പോർഷൻ കാണാം. ഇതിൽ നിന്ന് ഇങ്ങനെ ടയേഴ്സ് കൊടുക്കുന്നുണ്ടാവും അല്ലേ. ഇങ്ങനെയാണ് ഏകദേശം ഒരു ബ്ലാസ്റ്റ് ഫർണസിന്റെ ഒരു ഷേപ്പ് നമുക്ക് കാണാനായിട്ട് പറ്റുക. അപ്പൊ എന്തൊക്കെ പാർട്സ് ആ ഒരു ബ്ലാസ്റ്റ് ഫർണസിൽ ഉണ്ടാവുക? ഏറ്റവും ടോപ്പിലായിട്ട് ത്രോട്ട് അല്ലെങ്കിൽ ഫീഡിങ് സോൺ അല്ലെങ്കിൽ മൗത്ത് ഓഫ് ബ്ലാസ്റ്റ് ഫർണസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അതിനുശേഷം നമുക്കൊരു ബ്ലാസ്റ്റ് ഫർണസിൽ കാണാൻ പറ്റുന്ന ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലാസ്റ്റ് ഫർണസിൽ വരുന്ന ഭാഗമാണ് സ്റ്റാക്ക് അല്ലെങ്കിൽ ഇൻവോൾ. ഏകദേശം 18 മീറ്ററോളം ലെങ്ത് ആർക്ക് ഉണ്ടാവും? സ്റ്റാക്ക് അല്ലെങ്കിൽ ഇൻവോളിന് ഉണ്ടാവും. അതിനുശേഷം രണ്ട് സൈഡും പാരലൽ ആയിട്ടുള്ള ഒരു പോർഷൻ നമുക്ക് കാണാം. രണ്ട് സൈഡ് പാരലൽ ആയിട്ടുള്ള ഒരു പോർഷൻ കാണാം. ഇതിനെ നമ്മൾ സിലിണ്ടർ ഓർ ബാരൽ എന്നാണ് വിളിക്കുക. സിലിണ്ടർ അല്ലെങ്കിൽ ബാരൽ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അതിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ് നമ്മുടെ ബേണിംഗ് സോൺ ആയിട്ടുള്ള ബോഷ് എന്ന് പറയുന്നത്. ഓക്കെ, ബോഷ് എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മുടെ ബ്ലാസ്റ്റ് ഫർണസിലെ ഹോട്ടസ്റ്റ് പാർട്ടായിട്ട് നമുക്ക് ആരെ പറയാം? ഹോട്ടസ്റ്റ് പാർട്ടായിട്ട് ഈ ഒരു ബേണിംഗ് സോണിനെ പറയാനായിട്ട് പറ്റും. ഇവിടെ നിന്ന് ബേൺ ചെയ്തിട്ട് നമ്മുടെ പിഗ് അയണ് നമ്മൾ താഴെയുള്ള നമ്മുടെ ഹെർത്ത് അല്ലെങ്കിൽ ക്രൂസിബിൾ എന്ന് പറയുന്ന പോർഷനിൽ കളക്ട് ആവുകയാണ് ചെയ്യുക. ഓക്കെ, ഹെർത്ത് അല്ലെങ്കിൽ ക്രൂസിബിൾ എന്ന് പറയുന്ന പോർഷനിൽ നമ്മുടെ പിഗ് അയണും സ്ലാഗും സെപ്പറേറ്റ് ആയിട്ട് കളക്ട് ആവുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു പൈപ്പ് പോലെ ഒരു ഭാഗം കാണുന്നുണ്ട്. ഇവരെ നമ്മൾ ടയേഴ്സ് എന്നാണ് പറയാറുള്ളത്. ഇത് എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അടുപ്പൊക്കെ കത്തിക്കൂല്ലേ, ഊതിയാണ് അടുപ്പ് കത്തിക്കാറുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ബോഷിനകത്തുള്ള ടെമ്പറേച്ചറിനെ കൂട്ടാൻ വേണ്ടിയിട്ട് എയർ സപ്ലൈ ചെയ്ത് കൊടുക്കാനാണ് ഈ ടയേഴ്സ് രണ്ട് സൈഡിലും ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും പാർട്സ് ആണ് ഒരു ബ്ലാസ്റ്റ് ഫർണസിന് ഉണ്ടാവുക. ഫസ്റ്റ് ത്രോട്ട് ഉണ്ടാവും. ത്രോട്ടിൽ നിന്ന് ഏറ്റവും നീളം കൂടിയിട്ടുള്ള ബ്ലാസ്റ്റ് ഫർണസിലെ ഏറ്റവും വലിയ ഭാഗമായിട്ടുള്ള സ്റ്റാക്ക് അല്ലെങ്കിൽ ഇൻവോൾ ഉണ്ടാവും. അതിനുശേഷം അതിനോട് കണക്റ്റഡ് ആയിട്ട് സിലിണ്ടർ ഓർ ബാരൽ, പിന്നെ അവിടെ നിന്ന് ഹോട്ടസ്റ്റ് പാർട്ടായിട്ടുള്ള ബോഷ്, ഹെർത്ത് അല്ലെങ്കിൽ ക്രൂസിബിൾ. ഇത്രയും പാർട്സ് ആണ് വരുന്നത്. നമ്മളൊരു ബ്ലാസ്റ്റ് ഫർണസ് എടുക്കുമ്പോൾ ഒരു ബ്ലാസ്റ്റ് ഫർണസിന് നമ്മളൊരു 30 തൊട്ട് 36 മീറ്റർ വരെ ഹൈറ്റ് ആണ് കേട്ടോ പറയാം. ഒരു ബ്ലാസ്റ്റ് ഫർണസിന്റെ ഹൈറ്റ് 30 മീറ്റർ തൊട്ട് 36 മീറ്റർ വരെയും അതിൻ്റെ ഡയാമീറ്റർ 6 to 8 മീറ്ററുമാണ് നമ്മൾ പറയാം. ഡയാമീറ്റർ 6 to 8 മീറ്ററുമാണ് നമ്മൾ പറയാറുള്ളത്. ഓക്കെ, 6ാമത്തെ ചോദ്യം അതായിരുന്നു. ദെൻ നമുക്ക് 7th ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, 7th ക്വസ്റ്റ്യൻ PSCയുടെ സിമെന്റ്, അതായത് പോർട്ട്ലാൻഡ് സ്ലാഗ് സിമെന്റ്, PSC എന്ന് പറയുന്നത് അതിന്റെ IS കോഡാണ്. IS 455 1989 ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. അതായിരുന്നു നമ്മുടെ 7th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, 8ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 8ാമത്തെ ചോദ്യം എന്താണ്? ദ പ്രോപ്പർട്ടി ഓഫ് ലൈം ടു സെറ്റ് ഇൻ ഡാംപ് പ്ലേസസ് ഓർ ഇൻ തിക് മേസൺറി ഈസ് നോൺ ആസ്. ഡാംപ് പ്ലേസസിൽ സെറ്റ് ആകുന്ന ലൈമിന്റെ പ്രോപ്പർട്ടി ഓഫ് ലൈം ടു സെറ്റ് ആൻഡ് അച്ചീവ് സ്ട്രെങ്ത് ഇൻ ദ പ്രസൻസ് ഓഫ് വാട്ടറിന്റെ പ്രസൻസിൽ സെറ്റ് ആവാനും സ്ട്രെങ്ത് അച്ചീവ് ചെയ്യാനുമുള്ള ഒരു ലൈമിന്റെ പ്രോപ്പർട്ടിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈഡ്രോളിസിറ്റി. ഇവിടെ സ്ലേക്കിംഗ് എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. എന്താ സ്ലേക്കിംഗ്? നമ്മുടെ ലൈമിലോട്ട് വാട്ടർ ആഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്ലേക്കിംഗ് എന്ന് പറയണത് അല്ലേ. അപ്പൊ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് സ്ലേക്കഡ് ലൈം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹൈഡ്രേറ്റഡ് ലൈം എന്ന് നമ്മൾ പറയാറുള്ളത്. ഓക്കെ, എന്താ കാൽസിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈം സ്റ്റോണിൽ നിന്ന് ലൈമിനെ വേർതിരിച്ചെടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സ്ലേക്കിംഗ് എന്ന് വിളിക്കാറുള്ളത്. അപ്പൊ അതായിരുന്നു നമ്മുടെ 8ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. 9ാമത്തെ ചോദ്യം, സാൻഡ് സ്റ്റോൺ ഏത് ടൈപ്പ് ഓഫ് സ്റ്റോൺ ആണ് എന്നുള്ളതാണ്. സാൻഡ് സ്റ്റോൺ ആർക്ക് എക്സാമ്പിൾ ആണ്?
സെഡിമെന്ററി റോക്കുകൾക്ക് എക്സാമ്പിൾ ആണ് സാൻഡ് സ്റ്റോൺ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം, നമ്മൾ മെയിൻ ആയിട്ട് നമ്മുടെ റോക്കുകളെ 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുക. ജിയോളജിക്കൽ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, കെമിക്കൽ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിൽ ജിയോളജിക്കലി നമ്മുടെ റോക്കിനെ നമ്മൾ എഗൈൻ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ഏതൊക്കെയാണ് 3 ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്? ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, ഇഗ്നിയസ് റോക്കുകൾ ഉണ്ട്, സെഡിമെന്ററി റോക്കുകൾ ഉണ്ട്, മെറ്റാമോർഫിക് റോക്കുകൾ ഉണ്ട്. 3 ടൈപ്പ് റോക്കുകളാണ് ഉണ്ടാവുക അല്ലെ. അതില് ഇഗ്നിയസ് റോക്കുകൾ, സെഡിമെന്ററി, മെറ്റാമോർഫിക്. ഇഗ്നിയസ് റോക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മാഗ്മ തണുത്തുറഞ്ഞ് ഫോം ചെയ്യുന്ന റോക്കുകളായിരിക്കും ഇഗ്നിയസ് റോക്കുകൾ എന്ന് പറഞ്ഞാൽ. ഇനി സെഡിമെന്ററി റോക്കുകൾ ഡെപ്പോസിഷൻ, കാലക്രമേണ ആയിട്ടുള്ള ഡെപ്പോസിഷനുകൾ കൊണ്ട് ഫോം ചെയ്യുന്ന റോക്കുകളാണ് സെഡിമെന്ററി റോക്കുകൾ. ദെൻ ഈ ഇഗ്നിയസ് റോക്കിനും സെഡിമെന്ററി റോക്കിനും പ്രഷറിന്റെയോ ഹീറ്റിന്റെയോ ഒക്കെ ആക്ഷൻ മൂലം രൂപമാറ്റം സംഭവിച്ച് ഫോം ചെയ്യുന്ന റോക്കുകളായിരിക്കും മെറ്റാമോർഫിക് റോക്കുകൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതില് ഈ ഒരു ഇതിനെ ഇവിടെ ചോദിച്ചിട്ടുള്ളത് സാൻഡ് സ്റ്റോൺ എന്തിന് എക്സാമ്പിൾ ആണെന്നാണ്. സെഡിമെന്ററി റോക്കിന് എക്സാമ്പിൾ ആണ്. ഇഗ്നിയസ് റോക്കിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ആൾക്കാരാണ് ഗ്രാനൈറ്റ്, ബസാൾട്ട്, അതുപോലെ ട്രാപ്പ്. ഓക്കെ, ഇതൊക്കെ നമുക്ക് ആർക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം? ഇഗ്നിയസ് റോക്കിന് എക്സാമ്പിൾ ആയിട്ട് പറയാവുന്നതാണ്. ഇനി സെഡിമെന്ററി റോക്കിൽ നമുക്ക് ഗ്രേവൽ പറയാം, ലൈം സ്റ്റോണ്, ഓക്കെ, ജിപ്സം, ഇതൊക്കെ സെഡിമെന്ററി റോക്കിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. മെറ്റാമോർഫിക് റോക്കിൽ നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഏതൊക്കെ പറയാം? മാർബിള്, അതുപോലെ തന്നെ ഗ്നിസ്, അതുപോലെ സ്ലേറ്റ്. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആയിട്ട് പറയാം? മെറ്റാമോർഫിക് റോക്കിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. ഓക്കെ, 10ാമത്തെ ചോദ്യം. ദ എക്സ്പാൻഷൻ ഇൻ പോർട്ട്ലാൻഡ് സിമെന്റ് ക്യാൻ ബി ടെസ്റ്റഡ് ബൈ. ഒരു പോർട്ട്ലാൻഡ് സിമെന്റിലെ എക്സ്പാൻഷൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ഏതാണ് എന്നുള്ളതാണ്. എക്സ്പാൻഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഏത് ടെസ്റ്റ്? സൗണ്ട്നെസ് ടെസ്റ്റ്. എന്താ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുക? ലേ ഷാറ്റ്ലിയർ അപ്പാരറ്റസ് യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സൗണ്ട്നെസ് ടെസ്റ്റ് നമ്മൾ ചെയ്യാറുള്ളത്. എത്ര % വാട്ടർ ആണ് ആഡ് ചെയ്യുക ലേ ഷാറ്റ്ലിയർ അപ്പാരറ്റസ് യൂസ് ചെയ്തിട്ട് ഈ ഒരു ടെസ്റ്റ് ചെയ്യാൻ? 0.78 p% വാട്ടർ ആണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. സോ നമ്മളൊരു സിമെന്റിന്, ഓർഡിനറി ആയിട്ടുള്ള സിമെന്റിന് ലിമിറ്റ് ചെയ്യുന്ന എക്സ്പാൻഷൻ നോട്ട് മോർ ദാൻ 10 mm ആണ് നമ്മൾ പറയാറുള്ളത്. ഓക്കെ, ദെൻ പിന്നെന്താ? സെറ്റിംഗ് ടൈം ടെസ്റ്റ് ഉണ്ട് അല്ലേ? സെറ്റിംഗ് ടൈം ടെസ്റ്റ് ഉണ്ട്. സോ ഈ ഒരു സെറ്റിംഗ് ടൈം ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ 3 രീതിയിൽ പറയാം. നമ്മൾ ആദ്യം കൺസിസ്റ്റൻസി ടെസ്റ്റ് ചെയ്യുന്നു, എന്നിട്ട് ഓരോ ടെസ്റ്റിനും വേണ്ടിയുള്ള വാട്ടർ കണ്ടന്റ് കണ്ടുപിടിക്കുന്നു. ദെൻ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം, ഫൈനൽ സെറ്റിംഗ് ടൈം. അതെല്ലാം നമ്മൾ ചെയ്യുന്നത് വിക്കറ്റ്സ് അപ്പാരറ്റസ് യൂസ് ചെയ്തിട്ടാണ്. അതിൽ നമ്മൾ കൺസിസ്റ്റൻസി ആണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, കൺസിസ്റ്റൻസി ടെസ്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എന്ത് യൂസ് ചെയ്യും? കൺസിസ്റ്റൻസി ടെസ്റ്റ് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മളൊരു പ്ലഞ്ചർ ആണ് ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യാറുള്ളത്. ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു ഇനീഷ്യൽ സെറ്റിംഗ് ടൈം ടെസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഒരു 1 mm സ്ക്വയർ നീഡിലാണ്, 1 mm സ്ക്വയർ സൈസ് ഉള്ള നീഡിലാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ദെൻ ഫൈനൽ സെറ്റിംഗ് ടൈം ആണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ അനുലാർ കോളാറുള്ള നീഡിലാണ് ഉപയോഗിക്കുക. അനുലാർ കോളാറുള്ള നീഡിലാണ് ഉപയോഗിക്കാറുള്ളത്. ഇവിടെ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സെറ്റിംഗ് ടൈം ടെസ്റ്റ് ചെയ്യാനായിട്ട് 0.85 p% വാട്ടർ കണ്ടന്റ് ആണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാറുള്ളത്. ഓക്കെ, ദെൻ 11ാമത്തെ ചോദ്യം. ഓക്കെ, അതിനു മുമ്പ് നമ്മുടെ സൈലം ടെക്നിക്കൽ ഓവർസിയർ 1st, 2nd, 3rd ഗ്രേഡ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ച് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, സോ അതാണ് നമ്മുടെ ബാച്ചിൻ്റെ കാര്യം. അപ്പോൾ നിങ്ങൾ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായ രീതിയിലുള്ള എക്സാമിനേഷനുകൾ, നിങ്ങൾക്ക് ഓൺലൈൻ ടെസ്റ്റുകൾ, ടോപ്പിക് ടെസ്റ്റുകൾ, അതുപോലെ തന്നെ സബ്ജക്റ്റ് ടെസ്റ്റുകൾ ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. മെൻറ്റർ സപ്പോർട്ടും നിങ്ങൾക്ക് അതിനോട് കൂടെ തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ സീറ്റ് നോക്കുക. ഓക്കെ,
സോ നമുക്ക് ക്വസ്റ്റ്യൻ കണ്ടിന്യൂ ചെയ്യാം അല്ലേ. നമുക്ക് 11ാമത്തെ ചോദ്യമാണുള്ളത്. 11ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഹൈഡ്രോളിക് ലൈം ജനറേറ്റ് ഡാഷ് ഹീറ്റ് ആസ് കമ്പയർഡ് ടു ഫാറ്റ് ലൈം. ഫാറ്റ് ലൈമിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഹൈഡ്രോളിക് ലൈം എന്ന് പറയുന്നത് വളരെ കുറവ് ഹീറ്റ് മാത്രമേ ലിബറേറ്റ് ചെയ്യുകയുള്ളൂ, ലെസ് ഹീറ്റ് മാത്രമേ ലിബറേറ്റ് ചെയ്യുകയുള്ളൂ. ഓക്കെ. 12 എന്താണ്? ദ റേറ്റ് ഓഫ് ഹൈഡ്രേഷൻ ആൻഡ് ഹൈഡ്രോളിസിസ് ഓഫ് സിമെന്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ. ഒരു സിമെന്റിന്റെ ഹൈഡ്രേഷനെയും ഹൈഡ്രോളിസിസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത് ഫൈൻനെസ് ആണ്. അതായത് നമ്മുടെ സിമെന്റ് എത്രത്തോളം ഫൈനാണോ, എത്രത്തോളം ഫൈനായിട്ടാണോ ഇരിക്കുന്നത്, അതിന്റെ ഫൈൻനെസ് കൂടുന്നതിനനുസരിച്ചിട്ട് എന്താ സംഭവിക്കുക? അതിൻ്റെ സർഫസ് ഏരിയ കൂടും. ഒരു സിമെന്റിന്റെ ഫൈനസ് കൂടുമ്പോൾ സർഫസ് ഏരിയ കൂടും. സർഫസ് ഏരിയ കൂടുന്ന സമയത്ത് റേറ്റ് ഓഫ് ഹൈഡ്രേഷനും കൂടും. ഹൈഡ്രേഷൻ കൂടും, അതുവഴി സിമെന്റിന്റെ സ്ട്രെങ്ത്തും കൂടും. അപ്പൊ സിമെന്റ് ഫൈൻ ആവുന്നോറും ആണ് എന്ത് സംഭവിക്കുന്നത്? സർഫസ് ഏരിയ കൂടുകയും റേറ്റ് ഓഫ് ഹൈഡ്രേഷൻ കൂടുകയും സ്ട്രെങ്ത് കൂടുകയും ചെയ്യുന്നത്. സോ ഇതായിരുന്നു നമ്മുടെ 12ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 13 എന്താ? നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? ടൈൽസ് ആർ ബേൺഡ് ഇൻ ടിപ്പിക്കൽ കിൻ. ഏത് കിണ്ണിലാണ് ടൈല് ബേൺ ചെയ്യുക? ഏതാണ്? സിയാൽകോട്ട് കിൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ടൈലിനെ ബേൺ ചെയ്തെടുക്കാറുണ്ട്. സ്ഥിരം ചോദ്യമാണ് കേട്ടോ, സ്ഥിരം ചോദ്യമാണ്. ഇതിൽ നോക്കൂ, നമുക്ക് കുപ്പോള ഫർണസ് കാണുന്നുണ്ട്. ഇതാരേക്കാണ്? കാസ്റ്റ് അയണിന്റെ മാനുഫാക്ചറിന് യൂസ് ചെയ്യുന്ന ഫർണസ് ആണ് കേട്ടോ കുപ്പോള ഫർണസ്. ഹോഫ്മാൻ കിൻ ആണെങ്കിലും ക്ലാമ്പ് ആണെങ്കിലും രണ്ടും നമുക്ക് ബ്രിക്ക് മാനുഫാക്ചറിങ്ങിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ബ്രിക്ക് മാനുഫാക്ചറിങ്ങിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ. 14ാമത്തെ ചോദ്യം, 14th ക്വസ്റ്റ്യൻ. അഡീഷണൽ പൊസലോന ടു ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റ് ഇൻക്രീസസ്. അതായത് നമ്മൾ ഒരു ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റിലേക്ക് പൊസലാനോ മെറ്റീരിയൽ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ ആൻസർ വരുന്നത് ഷ്രിങ്കേജ് ആണ്. ഷ്രിങ്കേജ് കൂടും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മളൊരു സിമെന്റിലേക്ക് നമ്മൾ പൊസലാനിക് മെറ്റീരിയൽ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വർക്കബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, പെർമിയബിലിറ്റി റെഡ്യൂസ് ആകുന്നുണ്ട്, വാട്ടർ ഇവാപ്പറേഷൻ റെഡ്യൂസ് ആകുന്നുണ്ട്, ഹണി കോമ്പിങ് റെഡ്യൂസ്ഡ് ആവുന്നുണ്ട്. ഓക്കെ. സെഗ്രഗേഷൻ കുറയ്ക്കുന്നുണ്ട്, ഡിഫക്റ്റ് ആണ്, സെഗ്രഗേഷൻ കുറയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ കുറവായിരിക്കും, സിമെന്റിന്റെ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ കുറവായിരിക്കും. ദെൻ ക്യൂറിംഗ് ടൈം കുറച്ച് കൂടുതൽ വേണ്ടി വരും. നമ്മൾ പൊസലാനിക് മെറ്റീരിയൽ ആഡ് ചെയ്ത് കൊടുക്കുമ്പം ക്യൂറിംഗ് ടൈം കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാവും. ദെൻ ഇറ്റ് ക്യാൻ റെഡ്യൂസ് ക്രീപ്പ് ആൻഡ് ബ്ലീഡിങ്. ക്രീപ്പ്, ബ്ലീഡിങ് പോലെയുള്ള ഡിഫക്റ്റുകൾ നമുക്ക് കോൺക്രീറ്റിൽ കുറയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ. ദെൻ ഇവിടെ കണ്ടോ, ഇറ്റ് ഓഫേഴ്സ് ലെസ് റെസിസ്റ്റൻസ് ടു എക്സ്പാൻഷൻ. എക്സ്പാൻഷന് എന്താ? ലെസ് റെസിസ്റ്റൻസ് ടു എക്സ്പാൻഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഷ്രിങ്കേജ് കൂടുക എന്നുള്ളതാണ് എവിടെ മീൻ ചെയ്യുന്നത് ഈ ഒരു എവിടെ മീൻ ചെയ്യുന്നത്? ഈ ഒരു പൊസലാനോ ആഡ് ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഒരു അഡ്വാൻറ്റേജ് ആയി, ഒരു പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ. അതുകൊണ്ട് തന്നെ നമുക്ക് മാസ് കോൺക്രീറ്റ് വർക്കുകൾക്ക് ഇതിനെ യൂസ് ചെയ്യാം. എന്തുകൊണ്ടാണ്? ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ കുറവായതുകൊണ്ട് മാസ് കോൺക്രീറ്റ് വർക്കുകൾക്ക് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ. ഇത് നമ്മൾ പൊതുവെ മെറൈൻ ആൻഡ് ഹൈഡ്രോളിക് സ്ട്രക്ചറുകളിലാണ് ഉപയോഗിക്കാറുള്ളത്. ഓക്കെ. നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 15ാമത്തെ ചോദ്യം ഒരുപാട് എക്സാമുകൾക്ക് സ്ഥിരമായിട്ട് കാണാറുള്ള ഒരു ചോദ്യമാണ്. റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ് കണ്ടെയ്ൻ ഹൈ പെർസെൻറ്റേജ് ഓഫ്. ഒരു റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് സ്ട്രെങ്ത് അച്ചീവ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സിമെന്റ് ആണ് റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ് എന്ന് പറയുന്നത്. സോ ഈ ഒരു റാപ്പിഡ് ഹാർഡനിങ് സിമെന്റിൽ ലൈം കണ്ടന്റ് എന്ന് പറയുന്നതായിരിക്കും കൂടുതലായിട്ട് ഉണ്ടായിരിക്കാം. ഇനി ഏത് ബോക്സ് കോമ്പൗണ്ട് ആണ് റാപ്പിഡ് ഹാർഡനിങ് സിമെന്റിൽ കൂടുതൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും? C3S. അത് 56% ഉണ്ടായിരിക്കാം. ഓക്കെ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഒരു ക്വിക്കായിട്ടൊന്ന് റിവൈസ് ചെയ്യാൻ ഉള്ള ഒരു സെഷനായിട്ടാണ് നമ്മളിത് കണ്ടക്ട് ചെയ്തത്. അപ്പം ഇതുപോലെയുള്ള കൂടുതൽ സബ്ജക്റ്റിലെ ചോദ്യങ്ങളുമായിട്ട് വീണ്ടും നമുക്ക് മറ്റൊരു സെഷനിൽ വീണ്ടും കാണാം. അപ്പം എല്ലാവർക്കും താങ്ക് യു.